ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വരുത്തുന്ന വളരെ കോമൺ ആയിട്ടുള്ള ചില മിസ്റ്റേക്സാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. പലരും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെയാവാം, ചിലപ്പോൾ അറിയാതെയാകാം മിസ്റ്റേക്സ് വരുത്താറുണ്ട്. അപ്പോൾ എന്തായാലും അത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ലെസൺ. വളരെ കോമൺ ആയിട്ട് വരുത്തുന്ന കൊച്ചു കൊച്ചു മിസ്റ്റേക്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സംസാരിക്കുമ്പോൾ ചിലരൊക്കെ യൂസ് ചെയ്യാറുള്ളതാണ് മൈസർ എന്ന വാക്ക്. ഹീസ് എ മൈസർ മാൻ, ഷീ ഈസ് എ മൈസർ ലേഡി, യു ആർ എ മൈസർ പേഴ്സൺ എന്നൊക്കെ. പക്ഷേ മൈസർ മാൻ, മൈസർ ലേഡി എന്നൊക്കെ പറയുന്നത് തെറ്റായ ഒരു പ്രയോഗമാണ്. മൈസർ എന്ന് പറഞ്ഞാൽ പിശുക്കൻ എന്നാണ് അർത്ഥം. അപ്പോൾ അതൊരു നൗൺ ഫോം അല്ലേ? അപ്പോൾ മൈസർ മാൻ എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. ഇനി നിങ്ങൾ ഒരു പിശുക്കൻ ആണ് എന്ന് പറയാനാണെങ്കിൽ യു ആർ എ മൈസർ, ഷീ ഈസ് എ മൈസർ, യു ആർ എ മൈസർ എന്നൊക്കെ പറയാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു നൗൺ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പോൾ യു ആർ എ മൈസർലി പേഴ്സൺ എന്ന് പറഞ്ഞാൽ അത് സെൻറ്റൻസ് കറക്റ്റാണ്. മൈസർലി പേഴ്സൺ, അവിടെ മൈസർലി എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. മൈസർ എന്ന് പറയുന്നത് നൗൺ ആണ്. അതുകൊണ്ട് മാൻ എന്ന ഒരു നൗണിന് മുന്നിൽ ഉപയോഗിക്കാൻ പാടില്ല. യു ആർ എ മൈസർലി പേഴ്സൺ, ഷീ ഈസ് എ മൈസർലി ലേഡി, ഹീസ് എ മൈസർലി മാൻ എന്നൊക്കെ പറയാം. മൈസർലി എന്നത് അഡ്ജക്റ്റീവാണ്. അപ്പോൾ പിശുക്കനായ എന്ന മീനിങ് കിട്ടി. മൈസർലി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ സംശയം തോന്നാം, എങ്ങനെയാണ് LY വരുന്നത്? LY എന്ന് ഉപയോഗിക്കുന്നതെല്ലാം ആഡ്വേർബ്സ് അല്ലേ എന്നൊക്കെ. അങ്ങനെയല്ല, LY എന്ന് എൻഡ് ചെയ്യുന്ന അഡ്ജക്റ്റീവ്സും ഒരുപാടുണ്ട്. ഇനി ഉപയോഗിക്കുമ്പോൾ ഇത്തരം മിസ്റ്റേക്സ് വരുത്തരുത്. ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ വുമൺ, അവൾ സുന്ദരിയായ ഒരു സ്ത്രീയാണ്. ഷീ ഈസ് ആൻ ഓണസ്റ്റ് വുമൺ, അവൾ സത്യസന്ധയായ ഒരു ലേഡിയാണ്. ഷീ ഈസ് എ മൈസർലി വുമൺ, അവൾ മൈസർലിയായ പിശുക്കിയായ ഒരു സ്ത്രീയാണ് എന്നായി. മൈസർ എന്ന് ഉപയോഗിക്കുമ്പോൾ വരുത്തുന്ന ആ മിസ്റ്റേക്സ് ഇനി വരുത്തരുത്. ഇനി അടുത്തത് ഇതുപോലെ തന്നെയുള്ള വേറൊരു വേർഡാണ് കവേർഡ്. കവേർഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഭീരു എന്നാണ്, ധൈര്യമില്ലാത്ത ആൾ. യു ആർ എ കവേർഡ് മാൻ എന്ന് പറഞ്ഞാൽ റോങ് ആണ്. കാരണം കവേർഡ് എന്നത് ഒരു നൗൺ ആണ്. യു ആർ എ കവേർഡ് മാൻ, യു ആർ എ കവേർഡ് എന്ന് പറയാം. ഷീ ഈസ് എ കവേർഡ് ലേഡി, റോങ്. ഷീ ഈസ് എ കവേർഡ്, കവേർഡ്ലി എന്നാണ് അഡ്ജക്റ്റീവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷീ ഈസ് എ കവേർഡ്ലി ലേഡി എന്ന് പറയാം. യു ആർ എ കവേർഡ്ലി പേഴ്സൺ, അപ്പോൾ കവേർഡ്ലി എന്നത് അഡ്ജക്റ്റീവാണ്. അപ്പോൾ നൗണിന് മുന്നിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കവേർഡ്ലി എന്ന് ഉപയോഗിക്കുക. ഷീ ഈസ് എ കവേർഡ്, ഷീ ഈസ് എ കവേർഡ്ലി ഗേൾ, ദേ ആർ കവേർഡ്സ്, ദേ ആർ കവേർഡ്ലി മെൻ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊരു മിസ്റ്റേക്ക്, വളരെ കോമൺ ആയിട്ട് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക്. നമുക്കറിയാമല്ലോ, ബാഗ് ആൻഡ് ബാഗേജ്. ബാഗ് ആൻഡ് ബാഗേജ് എന്ന് പറയുന്നത് ഒരു ഇഡിയം ആണ്. ബാഗ് ആൻഡ് ബാഗേജ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഓൾ ബിലോങ്ങിങ്സ് ആണ്, നമുക്ക് ഉള്ളതെല്ലാം, എല്ലാ സാധന സാമഗ്രികൾ എന്ന് പറയില്ലേ. പലരും അതിൻ്റെ ഒപ്പം വിത്ത് ബാഗ് ആൻഡ് ബാഗേജ് എന്ന് ഉപയോഗിക്കാറുണ്ട്. അത് റോങ് ആണ്. ഹി വെൻറ്റ് എവേ വിത്ത് ബാഗ് ആൻഡ് ബാഗേജ് എന്ന് പറഞ്ഞാൽ അത് റോങ് സെൻറ്റൻസ് ആണ്. ഹി വെൻറ്റ് എവേ വിത്ത് ബാഗ് ആൻഡ് ബാഗേജ് എന്ന് വേണ്ട. ഹി വെൻറ്റ് എവേ ബാഗ് ആൻഡ് ബാഗേജ്. ഹി വിൽ ഗോ ബാഗ് ആൻഡ് ബാഗേജ്, അവൻ പോകും. എങ്ങനെ? എല്ലാ സാധന സാമഗ്രികളോടും കൂടി അവൻ പോകും. ഹി വിൽ ഗോ ബാഗ് ആൻഡ് ബാഗേജ്. ഹി കെയിം ഹിയർ ബാഗ് ആൻഡ് ബാഗേജ്, കറക്റ്റ്. ഹി കെയിം ഹിയർ വിത്ത് ബാഗ് ആൻഡ് ബാഗേജ്, റോങ്. ഡിസ്ക്രൈബ് എബൌട്ട് എന്ന് പറയുന്നത് റോങ് ആണ്. നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ അങ്ങനെ? ഡിസ്ക്രൈബ് കഴിഞ്ഞാൽ എബൌട്ട് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ വിവരിക്കുക. ഡിസ്ക്രൈബ് ദിസ് പിക്ചർ, ഈ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യൂ, കറക്റ്റ്. ഡിസ്ക്രൈബ് എബൌട്ട് ദിസ് പിക്ചർ, റോങ്. യു ഷുഡ് ഡിസ്ക്രൈബ് എബൌട്ട് ദിസ് ഹൗസ്, ഈ ഹൗസിനെ പറ്റി ഒന്ന് വിവരിക്കൂ എന്ന് വിവരിക്കണം എന്നാണ് പറയുന്നത്. അവിടെ എബൌട്ട് യൂസ് ചെയ്താൽ റോങ്. യു ഷുഡ് ഡിസ്ക്രൈബ് ദിസ് ഹൗസ്, നിങ്ങൾ ഈ വീടിനെ പറ്റി ഒന്ന് പറയണം, വീടിനെ പറ്റി ഒന്ന് വിവരിക്കണം എന്നാണ്. അടുത്തത് കെയിം അറ്റ്. കെയിം എന്നാൽ വന്നു, അപ്പോൾ കം അറ്റ്. ഐ കെയിം അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ റോങ്. ഐ കെയിം ഹോം, അവിടെ അറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഐ കെയിം ഹോം. ഐ ആം അറ്റ് ഹോം, ഞാൻ വീട്ടിലാണ്. ഹീ ഈസ് അറ്റ് ഹോം, അവൻ വീട്ടിലാണ്. അവിടെയാണ്, അതൊരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അവിടെയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അറ്റ് ഹോം എന്ന് ഉപയോഗിക്കാം. പക്ഷേ ഹീ വെൻറ്റ് ഹോം, ഹീ കെയിം ഹോം എന്നൊക്കെ പറയാൻ പാടുള്ളൂ. ഒരു സ്ഥലത്ത് നിന്ന് അവിടേക്ക് വന്നു, ഹീ കെയിം ഹോം. ഇനി ടു ഉപയോഗിക്കാം നമുക്ക്. ഹീ കെയിം ടു മൈ ഹൗസ്, അവൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഹീ കെയിം ടു മൈ ഹോം, അവൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഹീ കെയിം ടു
ഹിസ് ഹോം. അവൻ അവൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടെയൊക്കെ നമുക്ക് ടു ഉപയോഗിക്കാം. ടു മൈ, ടു ഹിസ്, ടു ഹെർ, ടു ദെയർ, ടു യുവർ എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ടു ഉപയോഗിക്കാം. ഹി കെയിം ഹോം, ഷീ കെയിം ഹോം, ദേ വെൻറ്റ് ഹോം. അവിടെയൊന്നും ടു ആവശ്യമില്ല. ദേ വെൻറ്റ് ടു ദെയർ ഹൗസ്. അവിടെ ടു ഉപയോഗിക്കാം. ടു ദെയർ എന്നുപയോഗിച്ചു. ഞാൻ വീട്ടിലാണ്. ഐ ആം അറ്റ് ഹോം. ഞാൻ വീട്ടിലേക്ക് വന്നു. ഐ കെയിം ഹോം. ഞാൻ വീട്ടിലേക്ക് പോയി. ഐ വെൻറ്റ് ഹോം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഐ കെയിം ടു മൈ ഹോം. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാളോട് വീട്ടിലേക്ക് വരൂ എന്ന് പറയണമെങ്കിൽ കം ഹോം എന്നാണ്. കം ടു ഹോം അല്ല, കം ഹോം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. ഐ വിൽ ഗോ ടു മൈ ഹോം. ഞാൻ വീട്ടിൽ പോകും. ഐ വിൽ ഗോ ഹോം. ഞാൻ വീട്ടിൽ പോയി. ഐ വെൻറ്റ് ഹോം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. ഐ വെൻറ്റ് ടു മൈ ഹോം. ഞാൻ വീട്ടിലാണ്. ഐ ആം അറ്റ് ഹോം. ഐ ആം അറ്റ് ഹോം. ഞാൻ വീട്ടിൽ വന്നു. ഐ കെയിം ഹോം. ഞാൻ വീട്ടിൽ പോയി. ഐ വെൻറ്റ് ഹോം. നിങ്ങൾ വീട്ടിൽ പോകും. യു വിൽ ഗോ ഹോം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകും. യു വിൽ ഗോ ടു യുവർ ഹോം. നിങ്ങൾ വീട്ടിൽ പോകണം. യു ഷുഡ് ഗോ ഹോം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകണം. യു ഷുഡ് ഗോ ടു യുവർ ഹോം.